2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള ഒരു വീട് ഇത്ര കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കുക എന്നത് തന്നെ വലിയൊരു പ്രയത്നമാണ്. എൻ്റെ സുഹൃത്തും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ജീവനക്കാരനുമായ അനസ് പള്ളിക്കലിൻ്റെ വീടാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പലത്തിനടുത്ത പള്ളിക്കൽ പ്രദേശത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. മുറ്റത്തിൻ്റെ ഇൻ്റർലോക്കിങ്ങും സൈഡ് വാളിൻ്റെ പ്ലാസ്റ്ററിങ്ങും കൂടി കഴിഞ്ഞാൽ വീടിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ തേക്ക് കൊണ്ട് വുഡൻ പാനലിംഗ് ആണ് ചുമരിൽ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലുപ്പം തന്നെ സിറ്റൗട്ടിന് കൊടുത്തിട്ടുണ്ട്. നിലത്ത് മാർബിളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത്രയും സൗകര്യങ്ങളുള്ള ഒരു കേരള മോഡൽ കണ്ടംപററി ഹൗസ് ഇത്ര കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കുക എന്നത് തന്നെ ശരിക്കും ഒരു അത്ഭുതമാണ്. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയുന്നതാണ്. ഇനി നമുക്ക് വീടിൻ്റെ ലിവിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ലിവിങ് ആൻഡ് ഡൈനിങ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് പ്ലൈവുഡ് കൊണ്ടാണ്. അതിൽ മൈക്ക ഷീറ്റ് കൊണ്ട് ഫിനിഷിങ് ചെയ്തിട്ടുണ്ട്. ലിവിങ്ങിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് ചെല്ലുന്നത്. ലിവിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായ ഒരു സി ടൈപ്പ് സോഫ സെറ്റാണ് അവർ വെച്ചിട്ടുള്ളത്. അതിൻ്റെ മുന്നിൽ ചെറിയൊരു ടീപ്പോയി അവർ കൊടുത്തിട്ടുണ്ട്. ആ ടീപ്പോയുടെ അടിയിൽ തന്നെ ഒരു മാറ്റ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് വരുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. ഡൈനിങ് ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പ്രത്യേകതകൾ ഇവിടെ കാണാൻ പറ്റും. ഒന്ന്, സാധാരണ നമ്മൾ വീടുകൾ കാണുന്നത് പോലെയല്ല. ഡൈനിങ് ഹാളിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള ഡൈനിങ് ടേബിളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു 8 സീറ്റ് കപ്പാസിറ്റിയാണ് ആ ടേബിളിനുള്ളത്. അത് കൂടാതെ നമ്മൾ അധികമൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു സ്റ്റഡിയിങ് കൗണ്ടർ ടോപ്പ് ഡൈനിങ് ഹാളിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ വാഷ് ബേസിനോട് അറ്റാച്ച്ഡ് ചെയ്ത് വരുന്ന ആ സ്ഥലത്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഡൈനിങ്ങിൽ നിന്ന് തന്നെയാണ് 2 റൂമിലേക്കും എൻട്രൻസ് വരുന്നത്. റൂമിൻ്റെ സൈസ് വരുന്നത് 10x12 ആണ്. റൂമിൽ ഉപയോഗിച്ചിരിക്കുന്ന കർട്ടൺ എന്ന് പറയുന്നത് സീബ്ര ബ്ലൈൻഡ്സ് കർട്ടൺ ആണ്. അതുകൂടാതെ കട്ടിലും അലമാരയും ഡിസൈൻ ചെയ്തിട്ടുള്ളത് പ്ലൈവുഡ് കൊണ്ട് മൈക്ക ഷീറ്റ് ഒട്ടിച്ചിട്ട് ഫിനിഷ് ചെയ്ത രീതിയിലാണ്. 4 ബെഡ്റൂമാണ് ടോട്ടലി ഈ വീടിന് വരുന്നത്. താഴെ 2ഉം മുകളിൽ 2ഉം ആയിട്ട്. എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. താഴെയുള്ള അടുത്ത ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാലും ഇതുപോലെ തന്നെയാണ്. സീബ്ര ബ്ലൈൻഡ് കർട്ടൻ ആണ്. പ്ലൈവുഡിൽ ചെയ്ത കട്ടിലും അലമാരയും നമുക്ക് കാണാം. അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. ബാത്റൂമിൻ്റെ എല്ലാത്തിൻ്റെയും ഡിസൈൻസ് ഒരുപോലെയാണ്. ഡാർക്ക് ആൻഡ് വൈറ്റ് ടൈൽസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസും വരുന്നത്. അതിന് പ്രത്യേക ഡോറൊന്നും കൊടുത്തിട്ടില്ല, ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ മൾട്ടി വുഡിൽ മൈക്ക ഷീറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്ത ഷെൽഫുകളാണ് താഴെയും മുകളിലുമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിന് സെപ്പറേറ്റ് സ്ഥലമൊന്നും കണ്ടിട്ടില്ല. അതുകൂടാതെ ചെറിയൊരു ഡൈനിങ് ടേബിൾ ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. കൂടാതെ നമ്മുടെ വിറകടുപ്പ് സാധാരണ നമ്മൾ നമ്മുടെ വർക്ക് ഏരിയയിലാണ് കൊടുക്കുന്നത്, മലബാർ ഏരിയകളിലൊക്കെ. പക്ഷേ ഇവിടെ നമ്മുടെ കിച്ചണിൽ തന്നെ വിറകടുപ്പും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ കിച്ചണിൽ നിന്ന് നേരെ നമുക്ക് വർക്ക് ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ചുമര് മുഴുവൻ, നമുക്ക് വോള് മുഴുവൻ വൈറ്റിൽ ബ്ലാക്ക് ഡിസൈൻ വരുന്ന ടൈൽസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് കുറച്ചുകൂടി ഭംഗി കൂട്ടിയിട്ടുണ്ട്. പക്ഷേ വൃത്തിയായി കൊണ്ട് നടക്കണം എന്ന് മാത്രം. വർക്ക് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വാഷിംഗ് മെഷീനിലൊരു സ്പേസ് അവർ കണ്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് സാധാരണ ഓവനുകൾ, മിക്സികളൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചെറിയ കൗണ്ടർ ടോപ്പ് അവിടെയും നമുക്ക് കാണാൻ കഴിയും. ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് വരുന്നത്. മാർബിൾ ഗ്രാനൈറ്റ് കോമ്പിനേഷനാണ് അതിൽ ടൈലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. കൂടാതെ സ്റ്റീലിൻ്റെയാണ് അതിൻ്റെ സൈഡ് സപ്പോർട്ടറായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റുകളിൽ ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ മുകളിലത്തെ നിലയിലുള്ള ഒരു ബാൽക്കണിയാണ്.
അവിടെ ഓപ്പണായിട്ട് ഒരു ടെറസായിട്ട് നമുക്കവിടെ കിട്ടുന്ന ഒരു ഏരിയ വളരെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുള്ളാണ്, അമേസിങ് ആണ്. അതാണ് ഈ ഒരു വീടിൻ്റെ ഏറ്റവും നല്ലൊരു ഹൈലൈറ്റ്. പിന്നെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ വലിയൊരു ഹാളുണ്ട്. പിന്നെ ആ ഹാളിൽ നിന്ന് തന്നെയാണ് 2 ബെഡ്റൂമിലേക്കും നമുക്ക് എൻട്രൻസ് വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോറുകളെല്ലാം റെഡിമെയ്ഡ് ഡോറുകളാണ്. താഴെ പറഞ്ഞതുപോലെ 10-12 എല്ലാ ബെഡ്റൂമുകളും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മുകളിലെ 2 ബെഡ്റൂമിലെയും കട്ടിലുകൾ റെഡിമെയ്ഡാണ്. അതുകൂടാതെ ഇതിൻ്റെ കർട്ടൺ ഉപയോഗിച്ചിട്ടുള്ളത് സീബ്ര ബ്ലൈൻഡ്സ് കർട്ടൺ തന്നെയാണ് ഇതിനും ഉപയോഗിച്ചിട്ടുള്ളത്. എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ബെഡ്റൂമുകളാണ് മുകളിലും തന്നെ ഉള്ളത്. സിറ്റ് ഔട്ടും സ്റ്റെയർ കേസും അടുക്കളയിലെയും വർക്ക് ഏരിയയിലെയും കൗണ്ടർ ടോപ്പുകളും ഒഴിച്ചാൽ ബാക്കി എല്ലാ ഏരിയയും വെട്രിഫൈഡ് ടൈൽസ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കണ്ടാൽ നല്ല ഫിനിഷിങ് തോന്നുന്ന മാർബിളിനോട് കിടപിടിക്കുന്ന നല്ല കിടിലൻ ടൈൽസ് തന്നെയാണ് ഫ്ലോറിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. 2100 സ്ക്വയർ ഫീറ്റ് വലുപ്പം വരുന്ന ഈ വലിയ കൊച്ചു വീട് ഇത്ര മനോഹരമായി ഒരുക്കിയ അനസിന് നമുക്ക് ആദ്യം ഒരു സല്യൂട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ബഡ്ജറ്റ് എന്താണെന്നല്ലേ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകും. 33 ലക്ഷം രൂപയാണ് ഈ വീടിൻ്റെ ടോട്ടലി കോസ്റ്റ് ഇതുവരെ വന്നിട്ടുള്ളത്. ലാൻഡ് വാങ്ങിയ പൈസ ഇല്ല കേട്ടോ. അത് കൂടാതെ ഈ വീട് നിർമ്മാണത്തിന് മാത്രം ചിലവായിട്ടുള്ളത് ഓൾമോസ്റ്റ് 33 lakh രൂപ മാത്രമാണ്. അതാണ് ഈ ഒരു വീടിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം. ഇനി ഇതിൻ്റെ പ്ലാൻ ആർക്കെങ്കിലും ആവശ്യമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനം ഞാൻ ഈ വീടിൻ്റെ എല്ലാ ഡീറ്റെയിൽസോടും കൂടിയ പ്ലാൻ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അവിടുന്ന് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എടുക്കാവുന്നതാണ്. ഇനിയും വല്ല ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. വ്യക്തമായ മറുപടി ഞങ്ങൾ തരുന്നതാണ്. എന്തായാലും ഇത്രയും മനോഹരമായ ഒരു വീട് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തുഷ്ടനാണ്. എല്ലാവർക്കും പടച്ചവൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയോടെ ബൈ.